എവിടേക്കെങ്കിലും പോവാണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ പൊലിച്ചക്ക് നീച്ച് പോകണമെന്നും കൂടി പറഞ്ഞാൽ എങ്ങനെ ഉറങ്ങാൻ പറ്റും? കുറേ ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം നമ്മളെ കുടുംബക്കാരെല്ലാവരും കൂടെ വയനാട്ടിലേക്ക് ട്രിപ്പ് പോവുകയാണ്. നേരം വെളുക്കണീൻ്റെ മുമ്പേ പോകുന്ന കാരണം ചായയൊക്കെ നമ്മൾ വൈകുന്നേരമാണ് കുടിച്ചത്. ആദ്യം തന്നെ നമ്മൾ എന്നൂർ ട്രൈബൽ വില്ലേജാണ് അങ്ങനെ പോയത്. അവിടെ എത്തിയപ്പോഴേ അറിഞ്ഞത് അവിടെ ഉള്ളവരെല്ലാവരും കൂടി ട്രിപ്പ് പോയിക്കണല്ലോ. അപ്പോൾ തന്നെ നമ്മൾ അടുത്ത സ്ഥലത്ത് കിട്ടും, പൂക്കോട് തടാകം. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കാര്യം ശോകം തന്നെ. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന കാരണം പാർക്കൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കണേ. അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ബോട്ടിങ്ങും പിന്നെ ഈ കാണുന്നൊരു സ്റ്റോളും കൂടെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചേച്ചി ഇതിനെക്കുറിച്ചൊക്കെ ഒരു എസ്സേ പഠിച്ചു വെച്ചിട്ട് വരുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന ശകടം, സിംബക്കുട്ടൻ. മൂപ്പരാളെ വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങോട്ട് മറന്നുപോയിനി. ജീഹു രാവിലെ വന്നപ്പോൾ മുതലേ എൻ്റെ കൂടെ അല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എത്തിയപ്പോൾ എടാ ഒന്ന് വീഡിയോ എടുക്കട്ടെടാന്ന് പറഞ്ഞ പോനതാ പുച്ചിട്ട് കളിക്കണേ. എന്താ അല്ലേ? ഇനി നമുക്ക് കയറാനുള്ളതാണ് ഈ കുന്നുമലയ്ക്ക്. എങ്ങനെയേ കഴിഞ്ഞ് അതിൻ്റെ മേലെത്തി. ക്ലാസ്സൊക്കെ വെയിലുണ്ട്, മൊത്തത്തിൽ അങ്ങോട്ട് ക്ഷീണിച്ചു. ക്യൂട്ട്നെസ് ഇടാനൊന്നും ഒരു ആരോഗ്യമില്ല. ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിംഗ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നതും. 11:30ക്ക് നമ്മൾ അവിടെ എത്തിയെങ്കിലും 2 മണി വരെ ടിക്കറ്റ് ഫുള്ളാണ്. നമ്മൾ കുറേ നിന്നു ഇരുന്നു നടന്നു ഊഞ്ഞാലടി, എന്നിട്ടൊന്നും നേരെ 2 മണിയാക്കാൻ കഴിയൂല എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ നേരെ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വ്ലോഗ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബായ്.